നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 22 ശനിയാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. UK, Ireland, Canada, USA, Spain, Singapore എന്നീ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന 1800+ hours വർക്ക് എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരാണോ നിങ്ങൾ? മാർച്ച് 17 മുതൽ ആഫ്റ്റർ ഡയറക്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിനും പ്രോസസ്സിനും വേറെ ഒരിടത്തും പോകേണ്ട. യെസ്റ്റേ ഈസ് ഹിയർ. കോൺടാക്ട് യെസ്റ്റേ ഫോർ മോർ ഡീറ്റെയിൽസ്. കഴിഞ്ഞ നവംബറിൽ ഈസ്റ്റ് ലണ്ടനിൽ കാറിന്റെ ഡിക്കിൽ നിന്നും ഡൽഹി സ്വദേശിനിയായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ഭർത്താവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. 24 വയസ്സുകാരിയായ ഹർഷിത ഖള്ളയുടെ മരണത്തിൽ ഭർത്താവ് പങ്കജ് ലാംബയാണ് പ്രതി. കൊലപാതകത്തോടൊപ്പം ബലാത്സംഗം, ലൈംഗികാതിക്രമം എന്നീ കുറ്റങ്ങളും ഇയാളുടെ മേൽ ചുമത്തിയിട്ടുണ്ട്. നവംബർ 15 ലേസ്റ്റർ റോയൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കഴുത്ത് ഞെരിച്ചതാണ് മരണത്തിന്റെ പ്രാഥമിക കാരണമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. പ്രതി ഡൽഹിയിൽ എത്തിയതായുള്ള സംശയത്തെ തുടർന്ന് ലുക്കൌട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹീത്രോ എയർപോർട്ടിൽ വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായി സ്ഥിരീകരിച്ച എയർപോർട്ട് അധികൃതർ എയർപോർട്ടിന്റെ സമീപത്തെ ഇലക്ട്രിക് സബ്സ്റ്റേഷനിലെ പൊട്ടിത്തെറി കാരണം വൈദ്യുതി വിതരണം മുടങ്ങിയത് കനത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. വൈദ്യുതി തടസ്സത്തെ തുടർന്നുള്ള പ്രതിസന്ധി ബാധിച്ചത് 2 ലക്ഷത്തിലധികം യാത്രക്കാരെയാണ്. തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത മെറ്റ് പോലീസ് തള്ളി. യാത്ര മുടങ്ങിയവരിൽ നിരവധി മലയാളികളും ഉൾപ്പെടുന്നുണ്ട്. തെക്കൻ അമേരിക്കൻ മയക്കുമരുന്ന് സംഘങ്ങൾ UKക്ക് ചുറ്റുമുള്ള കടൽ ഭാഗങ്ങളിൽ കൊക്കൈൻ ഇറക്കുന്നതായി ബോർഡർ ഫോഴ്സ്. ഇവ ചെറിയ ബോട്ടുകളിലായി കരയ്ക്കെത്തുന്നതായും ബോർഡർ ഫോഴ്സ് മുന്നറിയിപ്പ് നൽകി. ദശലക്ഷക്കണക്കിന് പൗണ്ട് വിലമതിക്കുന്ന മയക്കുമരുന്ന് ട്രാക്കറുകൾ ഘടിപ്പിച്ച ഫ്ലോട്ടേഷൻ ഉപകരണങ്ങളിൽ പൊതിഞ്ഞാണ് വിതരണത്തിനായി എത്തിക്കുന്നത്. UKയിലേക്ക് വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്ന ഈ അത്യാധുനിക രീതി നിരന്തരമായി ഭീഷണിയായി മാറിയിട്ടുണ്ടെന്ന് ബോർഡർ ഫോഴ്സ് അറിയിച്ചു. ഉക്രൈനെ പിന്തുണയ്ക്കുവാൻ UK സൈനിക ആസൂത്രണം ത്വരിതപ്പെടുത്തും. വെടിനിർത്തൽ കരാറിലെത്തിയാൽ ബ്രിട്ടീഷ് വിന്യാസങ്ങളുടെ വിശദാംശങ്ങളും ഘടനയും സംബന്ധിച്ച് അടുത്ത ആഴ്ച തീവ്രമായ ചർച്ചകൾ നടക്കും. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തലും കരാറും ഉണ്ടായാൽ ഉക്രൈനെ പിന്തുണയ്ക്കുവാൻ ആയിരക്കണക്കിന് സൈനികർ ആവശ്യമാണെന്ന് കെയർ സ്റ്റാമറിന്റെ വക്താവ് അറിയിച്ചു. ഉക്രൈനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ സന്നദ്ധ സഖ്യത്തിന്റെ അടുത്ത യോഗത്തിന് മുമ്പായി വ്യാഴാഴ്ച പാരീസിൽ ഈ പദ്ധതികൾ ചർച്ച ചെയ്യും. അധിനിവേശം അവസാനിപ്പിച്ചതിന്റെ 80ാം വാർഷികം ആഘോഷിക്കുന്ന ജേഴ്സിയിൽ നടക്കുന്ന അനുസ്മരണ പരിപാടികളിൽ രാജകുടുംബത്തിൽ നിന്ന് പങ്കെടുക്കില്ലെന്ന് ബെയ്ലിൻ അറിയിച്ചു. എന്നാൽ UKയിലെ ജർമ്മൻ അംബാസിഡർ ഹിസ് എക്സലൻസി, മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അനുസ്മരണ പരിപാടികളിൽ ജേഴ്സിയുടെ സംസ്കാരവും പൈതൃകവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് വളരെ പ്രധാനമാണെന്നും ജേഴ്സിയിലെ ബെയ്ലിൻ തിമോത്തി ലേക്കോ പറഞ്ഞു. ആഗോള അനിശ്ചിതത്തിൽ ഈ കാലഘട്ടത്തിൽ ജർമ്മൻ അംബാസിഡർ അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നത് പ്രധാനമാണെന്നും ലേക്കോ കൂട്ടിച്ചേർത്തു. അതേസമയം വുഡ്സിയിലെ ആഘോഷങ്ങളിൽ ആനി രാജകുമാരി പങ്കെടുക്കും. ലീഡ്സിലെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിനും റാഫ് താവളത്തിനും നേരെ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട നഴ്സിംഗ് അസിസ്റ്റന്റിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. നഴ്സിംഗ് അസിസ്റ്റന്റായ 29 വയസ്സുള്ള മുഹമ്മദ് ഫറൂഖിനെയാണ് ഷെഫീൽഡ് ക്രൗൺ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. 2023 ജനുവരിയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടത്. അതിനുമുമ്പ് ഹാരോഗേറ്റിന് സമീപമുള്ള റാഫ് താവളത്തിനെയും ലക്ഷ്യമിട്ടതായി കോടതി കണ്ടെത്തി. പ്രഷർ കുക്കറിനുള്ളിൽ 10 കിലോയോളം സ്ഫോടക വസ്തുക്കൾ നിറച്ച് സ്ഫോടനം നടത്താനാണ് ഇയാൾ പദ്ധതിയിട്ടിരുന്നത്. ബോംബ് എങ്ങനെ നിർമ്മിക്കാം എന്നതുൾപ്പെടെയുള്ള ഭീകരപ്രവർത്തനങ്ങളുടെ വീഡിയോകൾ ഇയാൾ കണ്ടിരുന്നതായും കോടതി കണ്ടെത്തി. കഴിഞ്ഞ വർഷം ലീഡ്സിലെ ഹാൽകിൻസ് പ്രദേശത്ത് നടന്ന കലാപത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ മിസൈൽ എറിഞ്ഞതിന് 14 വയസ്സുള്ള ആൺകുട്ടിയെ ശിക്ഷിക്കപ്പെട്ടു. നിയമപരമായ കാരണങ്ങളാൽ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത കൗമാരക്കാരൻ കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തിൽ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞു.
വിചാരണ വേളയിൽ അക്രമത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതി നിഷേധിച്ചിരുന്നു. എന്നാൽ കുറ്റാരോപിതനായ ആൺകുട്ടിയെയാണ് പ്രതിയെന്ന ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണെന്ന് ജഡ്ജി പറഞ്ഞു. കുട്ടിയുടെ ശിക്ഷ ഏപ്രിൽ 9 വിധിക്കും. 2024 ജൂലൈ 20 ഇംഗ്ലണ്ടിലെ ലീഡ്സിലെ ഹൈറ്റിൽസ് പ്രദേശത്ത് റൊമാനി കുടുംബത്തിലെ 4 കുട്ടികളെ സാമൂഹ്യ സേവനങ്ങളും പോലീസും ചേർന്ന് പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കലാപത്തിൽ അവസാനിച്ചത്. കൈരളി UK സദാംപ്ടൺ ആൻഡ് പോർട്സ്മൗത്ത് യൂണിറ്റിന്റെ 3ാമത് സംഗീത നൃത്തസന്ധ്യയുടെ ഒരുക്കങ്ങൾ പൂർണ്ണം. സദാംപ്ടൺ വിക്കിംഗ്ഹാം കമ്മ്യൂണിറ്റി സെന്റർ ഹാളിൽ നടക്കുന്ന പരിപാടി കൈരളി UKയുടെ ദേശീയ സെക്രട്ടറി കുര്യൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മുഖ്യാതിഥിയായി RCM പ്രസിഡന്റ് ബിജോയ് സെബാസ്റ്റ്യൻ പങ്കെടുക്കും. UKയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന 200-ൽ പരം കലാപ്രതിഭകൾ അണിയിച്ചൊരുക്കുന്ന ദൃശ്യവിസ്മയങ്ങളാണ് പരിപാടിയുടെ പ്രധാന ആകർഷണം. ഇന്ന് വൈകുന്നേരം 2-ന് ആരംഭിക്കുന്ന കലാപരിപാടികൾ ഗാനസന്ധ്യയോടെ രാത്രി 10-നാണ് അവസാനിക്കുക. ഈ മനോഹരമായ കലാവിരുന്ന് ആസ്വദിക്കുന്നതിനായി UKയിലെ മുഴുവൻ കലാ ആസ്വാദകരെയും ഹാർദരമായി സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. മണിപ്പൂരിലെ കലാപബാധിതർ താമസിക്കുന്ന ക്യാമ്പുകൾ സന്ദർശിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിയുടെ പ്രത്യേക സംഘം ഗുവാഹത്തിയിലെത്തി. ഇവിടെ നിന്ന് ഇംഫാലിലേക്ക് ഇവർ തിരിക്കും. ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണിപ്പൂരിലേക്ക് പോകുന്നത്. മണിപ്പൂരിലെ കലാപബാധിതർ താമസിക്കുന്ന ക്യാമ്പുകളിലാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ സംഘം സന്ദർശനം നടത്തുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 41-ാം ദിവസം. 3ാം ഘട്ടമായി ആശാവർക്കർമാർ തുടങ്ങിയ അനിശ്ചിതകാല നിരാഹാര സമരം 3ാം ദിവസവും തുടരുകയാണ്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ബിന്ദു തങ്കമണി, ശോഭ എന്നിവരാണ് നിരാഹാരം ഇരിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച മുല്ലപ്പെരിയാർ പുതിയ മേൽനോട്ട സമിതിയുടെ ആദ്യ അണക്കെട്ട് പരിശോധന ഇന്ന്. ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ സമിതിയാണ് ഡാം സന്ദർശിക്കുന്നത്. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും പ്രതിനിധികൾക്ക് പുറമെ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഒരു ഗവേഷണ ഉദ്യോഗസ്ഥൻ, ദില്ലിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നിവരും സംഘത്തിലുണ്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.